Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഇനി നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം. അതായത് ഒരു ബൈനറി വാല്യൂ തന്നാൽ എങ്ങനെ അതിനെ നമുക്ക് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഒരു ബൈനറി വാല്യൂ തന്നാൽ നമ്മൾ ആദ്യം നാല് ബിറ്റ് വരുന്ന തരത്തിൽ പെയർ ആക്കുക. അതായത് ഇതൊരു പെയർ, ഈ ഒരെണ്ണം പെയർ, പിന്നെ ഒരു പെയർ, അടുത്ത പെയർ, പിന്നത്തെ ഒരു പെയർ ഇല്ല. അപ്പൊ അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 3 സീറോ ഇട്ട് കൊടുക്കുക. അതായത് ഈ സംഖ്യ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 0001 ആദ്യത്തെ പേര്, പിന്നത്തെ 1101 അടുത്ത പേര്, 1000 അടുത്ത പേര്. ഇങ്ങനെ 4ന്റെ പെയർ ആക്കാനുള്ള കാരണം ഹെക്സാഡെസിമലിലെ ഏറ്റവും വലിയ വാല്യൂ 15. അതിന് നമ്മൾ ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 4 ബിറ്റ് വേണം. അതുകൊണ്ടാണ് ഇവിടെ 4ന്റെ പെയർ ആയിട്ട് മാറ്റുന്നത്. ഇനി ഓരോ 4ന്റെ പെയർ ആക്കിയതിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എത്ര നോക്കുക. അപ്പൊ ഇതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ 8 ആണ് വരിക. ഇതിന്റെ വാല്യൂ എത്ര വരിക? 13 ആണ് വരിക. ഇതിന്റെ വാല്യൂ എത്ര വരിക? 1 ആണ് വരിക. 13 നമ്മൾ ഹെക്സാഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുക D ആയിട്ടാണ് പറയുക. അപ്പോൾ 1D8 ഇതാണ് ഈ ഒരു ബൈനറി വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ. അടുത്ത നമുക്കൊന്ന് നോക്കി നോക്കാം. അടുത്തത് 0 0 1 0 1 0 1 1 0 1 0 1 0 1 1 0. ഇതിന് നമുക്ക് 4ന്റെ പേര് ആക്കിയത്, ഒരു 4ന്റെ പേര്, ഒരു 4ന്റെ പേര്, ഒരു 4ന്റെ പേര്, ഒരു 4ന്റെ പേര്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2 ആണ്. അതായത് ഹെക്സാഡെസിമൽ വാല്യൂ 2 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? ഇത് 11 ആണ്. 11 എന്ന് പറഞ്ഞാൽ എത്ര വരിക? B ആണ് വരിക. 11 പറഞ്ഞാൽ B ആണ്. ഇതിന് 0101 അത് പറഞ്ഞാൽ 5 ആണ്. ഈ ഒരു വാല്യൂ എത്ര വരിക? 6 ആണ്. അപ്പൊ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2B56 ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ 2B56. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 0x പ്രിഫിക്സ് എഴുതുക, 0x 2B56 നമുക്ക് അങ്ങനെയും എഴുതാവുന്നതാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 1110 1110 11011011. ഇതിന് 4ന്റെ പേരാക്കി കഴിഞ്ഞാൽ 1 2 3 4 ഇതാണ് അടുത്ത ചോദ്യം. ഇനി നമുക്ക് ഈ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഇത് എത്രയാണ് വരിക? E ആണ് ഇതിന് വരിക. അതായത് ഇത് 14 ആണ്. 14 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ E. ഇതും E തന്നെ വരിക. ഇത് എത്ര വരിക? നമ്മൾ മുന്നേ എഴുതിയ അതേ വാല്യൂനാണ്. ഇവിടുത്തെ അതേ മുന്നേ എഴുതിയിട്ടുണ്ട്. ഇത് 13ന്റെ വാല്യൂ ആണ്. അത് അപ്പൊ കറസ്പോണ്ടിങ് 13ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റ് പറഞ്ഞാൽ D ആണ്. ഈ വാല്യൂ എത്രയാണ് വരിക? 11 എന്നാണ് വരിക. 11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? B ആണ് വരിക. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതാണെങ്കിൽ 0x പ്രിഫിക്സ് ഇട്ട് കൊടുക്കുക, അതിനുശേഷം ബാക്കിയുള്ള ഡിജിറ്റ് EEDB. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ EEDB16 ബേസ് 16 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ബൈനറി വാല്യൂവിനെ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആദ്യം ആ ബൈനറി വാല്യൂവിനെ 4ന്റെ പേരാക്കുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പേരാക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പേരാക്കേണ്ടത്. പേരാക്കുമ്പോ എന്തെങ്കിലും ഡിജിറ്റ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എക്സ്ട്രാ സീറോസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ 4ന്റെ പേരിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എഴുതുക. അത് കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബൈനറി വാല്യൂവിനെ ഹെക്സാഡെസിമൽ ആയിട്ട് മാറ്റുക.